ഹായ് ഗേസ്, ഇപ്പം നമുക്ക് ഇന്ന് മുതൽ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ തുടങ്ങാം കേട്ടോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സീതേ, ഇടി സീതേ. തലയിലെ തോർത്ത് ഒന്നുകൂടി ചുറ്റിക്കെട്ടിക്കൊണ്ട് സുഭദ്ര ആ തറവാടിൻ്റെ ആകമാനം സീതയെ തിരിഞ്ഞു. ഒടുവിൽ നടന്ന് ആ നാലുകെട്ടിന് സമമുള്ള വീടിൻ്റെ അടുക്കളയിലേക്ക് കയറി. ജലജെ, ആ സീത എവിടെ? ചൂട് ഉണ്ണിയപ്പം ചുട്ട് കുട്ടയിലേക്ക് എടുക്കായിരുന്ന ജലജയോടെ സുഭദ്ര ചോദിച്ചു. ഞാൻ കണ്ടില്ല തമ്പ്രാട്ടി. അല്പം മുമ്പ് ഒരു പാത്രത്തിൽ 4 ഉണ്ണിയപ്പം എടുത്ത് പുറത്തേക്ക് പോയി. നീ എന്തിനാ കൊടുത്തത്? എന്നെ വിളിക്കാത്തത് എന്താ? അതും എടുത്ത് അവളുടെ ആ കൂട്ടുകാരി ആ പത്മയുടെ അടുത്തേക്കാവും പോയത്. ശ്രീകരം ഇങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. നീ എന്താ സുഭദ്ര പിറുപിറുത്തുകൊണ്ട് വരുന്നത്? എന്താ നിനക്ക് പറ്റിയേ? ഒന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എതിരെ നടന്നു വരുന്ന സുഭദ്രയോടായി ഭഗീരഥി ചോദിച്ചു. മുന്നിൽ നിൽക്കുന്ന സുഭദ്ര ചെറുതായൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതമ്മേ, കാവിൽ വിളക്ക് വയ്ക്കാൻ സമയമായില്ലേ? ആ സീതയെ ഇവിടെ എങ്ങും കാണുന്നില്ല, അതുകൊണ്ട്. സീത എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പത്മയുടെ അടുത്തേക്ക് പോയത്. പിന്നെ കാവിൽ വിളക്ക് വെക്കുന്ന കാര്യം നീ സീതയെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സമയമാകുമ്പോൾ അവളിങ്ങ് എത്തിക്കോളും. ഭഗീരഥി പറഞ്ഞത് സുഭദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറുത്തു പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഒന്നും മിണ്ടാതെ നിന്നു. കാവിൻ്റെ അകത്തുള്ള പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സർപ്പഗന്ധി ചെടിയുടെ താഴെ നിൽക്കുകയായിരുന്നു സീത. പാവാടയും ബ്ലൗസാണ് അവളുടെ വേഷം. കയ്യിൽ ഉണ്ണിയപ്പം അടങ്ങുന്ന പാത്രവും പിടിച്ച് താഴെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന സർപ്പഗന്ധി പൂക്കളെ നോക്കി നിന്നപ്പോൾ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് ആരോ പിന്നിൽ നിന്നും കണ്ണു പൊത്തുന്നത് പോലെ സീതയ്ക്ക് തോന്നി. എത്തിയോ? എത്ര നേരമായിട്ട് ഞാൻ ഇതും പിടിച്ചിവിടെ നിൽക്കുന്നു. ആ കൈകൾ ആരുടേതാണെന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ സീത പറഞ്ഞപ്പോൾ കൈകൾ എടുത്തു മാറ്റി അവൾക്ക് മുന്നിലായി കയറി നിന്നു പത്മ. തുണി അലക്കുകയായിരുന്നു. ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അവിടുന്ന് നേരെ ഇങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. സീതയുടെ കയ്യിലിരുന്ന പാത്രത്തിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് പത്മ പറഞ്ഞു. നിൻ്റെ സംസാരം കേട്ടാത്തൊന്നും അലക്ക് കമ്പനിയിലാണ് നിനക്ക് ജോലിയെന്ന്. അച്ഛൻ്റെ അമ്മയുടെ നിൻ്റെ തുണികൾ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന തറവാട്ടിൻ്റെ മൊത്തം പണി എൻ്റെ തലയിലായി. വേലക്കാരി ജലജ ചേച്ചി ജോലി ചെയ്യുന്നതിനേക്കാൾ ഞാൻ ചെയ്യുന്നതാ സുഭദ്ര ചിറ്റയ്ക്ക് ഇഷ്ടം. ഇപ്പം തന്നെ ചിറ്റ കുളിക്കാൻ കയറിയ സമയത്താ ഈ ഉണ്ണിയപ്പവും കൊണ്ട് ഇങ്ങോട്ട് വന്ന്. അവിടെയും നീ താമസിച്ചു. ഇന്നും ചിറ്റയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കണം. നിൻ്റെ സംസാരം കേട്ടാൽ തോന്നും നിൻ്റെ ചിറ്റ നിന്നെ ഒന്നും പറയില്ലെന്ന്. അവർ കാരണം നോക്കിയിരിക്കുകയല്ലേ നിന്നെ വഴക്ക് പറയാൻ. എന്ത് ചെയ്യാനാ പത്മ? അച്ഛനമ്മയും ഇല്ലാത്തൊരു പാവം പെൺകുട്ടി ആയിപ്പോയില്ലേ ഞാൻ. അച്ഛനമ്മയില്ലെന്ന് ആരാ പറഞ്ഞേ? നിൻ്റെ അമ്മ സൗദാമിനി ആ വീട്ടിലെ തന്നെ ഒരു അംഗമല്ലേ? നിൻ്റെ സുഭദ്ര ചിറ്റയുടെ ഭർത്താവ് സുകുമാരൻ്റെ ഒരേ ഒരു സഹോദരി. പ്രസവത്തിൽ നിൻ്റെ അമ്മ മരിച്ചു പോയത് നിൻ്റെ തെറ്റൊന്നുമല്ലല്ലോ. അല്ല, എൻ്റെ തെറ്റല്ല. പക്ഷേ അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടാ ഈ സൗദാമിനി മരിച്ചത്. അങ്ങനെയുള്ളപ്പോൾ സുഭദ്ര ചിറ്റ പറയുന്നതിൽ എന്താ ഒരു തെറ്റ്? അമ്മയോട് അച്ഛനോട് വെറുപ്പാ എനിക്ക് ഇങ്ങനൊരു ജന്മം തന്നതിന്. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുഖത്ത് ദേഷ്യവും പടർന്നു. അത് കണ്ടതും പത്മ സീതയുടെ ഇരുത്തോളിലും കൈവച്ചു. സുഭദ്ര ചിറ്റ അങ്ങനെയൊക്കെ പായാൽ എന്താ സീതേ? നിനക്ക് നിൻ്റെ സുകുമാരൻ ചെറിയച്ഛനില്ലേ? നിന്നെ സ്നേഹം കൊണ്ട് പൊതിയാൻ നിൻ്റെ ഭഗീരഥി മുത്തശ്ശിയും പിന്നെ ചാരുവും പാവമല്ലേ? ആ പാവ, എന്നോട് വലിയ കാര്യമൊക്കെ തന്നെ. അതാ എൻ്റെ അവിടുത്തെ ജീവിതത്തിൽ ഏക ഒരു ആശ്വാസം. അതൊക്കെ പോട്ടെ, നിന്നെ പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടർ വന്നിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ആകാംക്ഷയോടെ സീത ചോദിച്ചു. വന്നിരുന്നു. ടൗണിൽ ഏതോ കമ്പനിയിലാ ചെക്കന് ജോലി. പ്രായം 35 കഴിഞ്ഞു. പോരാത്തതിന് കഷണ്ടിയും കുടവയറും. ഇത്രയും നാൾ പൊരുത്തം കിട്ടാതെ ഇരുന്നതാണത്ര. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ പോയത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എനിക്കിഷ്ടമായോ? എനിക്ക് നിന്നെപ്പോലെ 20 അല്ല പ്രായം, 25 കഴിഞ്ഞു. പോരാത്തത് സ്ത്രീധനായി കൊടുക്കാനൊന്നുമില്ല. അപ്പം പിന്നെ സമ്മതിക്കാണ്ടിരിക്കുന്നത് എന്തിനാ? അച്ഛനമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്നോട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ചോദിച്ചില്ല. എന്നാലും ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. നിന്നേക്കാളും 10-11 വയസ്സിന് മൂത്ത ഒരാളായിട്ട് എന്തിനാ ഈ കല്യാണം നടത്തുന്നത്? നീ ഇത് വേണ്ടാന്ന് വെക്ക്. പോരാത്തതിന് കുടവയറും കഷണ്ടി. കണ്ടാൽ നിൻ്റെ അമ്മാവനാണെന്ന് തോന്നുമല്ലോ. തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ.
ഇനി അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വയ്യ. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണോ അത് ആരായാലും ഞാൻ വിവാഹം കഴിക്കും. പിന്നെ നീ ഇപ്പം എന്നെ കുറ്റം പറയുന്നു. നിൻ്റെ അവസ്ഥയും വിപരീതമൊന്നും ആയിരിക്കില്ല മോളെ. നിൻ്റെ സുഭദ്ര ചിറ്റ ഇതിൽ നിന്നും മോശമായിട്ട് ഒരാളെ നിനക്ക് വേണ്ടി കണ്ടെത്തൂ. പിന്നെ കണ്ടെത്തിക്കൊണ്ട് വരട്ടെ. ഇങ്ങനെ വല്ലതുണ്ടായാൽ ഞാൻ എൻ്റെ കുഞ്ഞീശനോട് പറഞ്ഞു കൊടുക്കും. ബാക്കി കുഞ്ഞീശൻ നോക്കിക്കോളും. പിന്നെ ഇത്തിരി ഇല്ലാത്ത ആ സർപ്പക്കുഞ്ഞ് എന്ത് ചെയ്യാനാ? നീ ഈ കാവിൽ വിളിക്കുമ്പോൾ എനിക്കിവിടെ വരാൻ പോലും പേടിയാ. എനിക്ക് പാമ്പിനെയും മറ്റും ഭയങ്കര പേടിയാ. നീ പിന്നെ വാവാ സുരേഷിൻ്റെ കൊച്ചുമോളാവാൻ നടക്കുകയാണല്ലോ. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് സ്റ്റാർട്ടിങ്? ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടണേ.